ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. വാങ്കടയിൽ നിന്ന് തീപ്പാറും പോരാട്ടമാണ് മച്ചാമരെ നടക്കാൻ പോകുന്നത്. IPL 2025 എൽ ക്ലാസിക്കോ പോരാട്ടത്തിൽ ചിരവൈരികളായിട്ടുള്ള ആർ സി ബിയും അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ പോരാളികളും ഹോം ടീമുമായിട്ടുള്ള മുംബൈ ഇന്ത്യൻസും ഇന്ന് നേർക്കുനേർ വരാൻ പോവുകയാണ്. സോ IPL രണ്ട് വമ്പൻ ശക്തികൾ ഇന്ന് വാങ്കട സ്റ്റേഡിയത്തിൽ ചരിത്രം പുറങ്ങുന്ന വാങ്കടയുടെ മണ്ണിൽ തങ്ങളുടെ പുതിയ ഒരു പോരാട്ടത്തിന് തയ്യാറെടുപ്പുമായി വരാൻ പോവുകയാണ്. സീസണിൽ അത്ര മികച്ച ഫോമിലല്ല ഹോം ടീം മുംബൈ ഇന്ത്യൻസ് എങ്കിൽ മാരക ഫോമിൽ കളിക്കുകയാണ് എവേ ടീം RCB. സോ അതിനാൽ തന്നെ വിജയം കൊതിക്കുന്ന രണ്ട് വമ്പന്മാരാണ് ഇന്ന് കളിക്കളത്തിലേക്ക് എത്താൻ പോകുന്നത്. സോ RCB vs MI മാച്ച് പ്രിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കൂടുതൽ കായിക വാർത്തകൾ കൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പം ബെല്ലൈക്കണിലെ ഓടുന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. പുതിയ IPL സീസണിൽ അത്ര മികച്ച ഫോമിലല്ല ദൈവത്തിൻ്റെ പോരാളികൾ മുംബൈ ഇന്ത്യൻസ്. കളിച്ച 4 മത്സരങ്ങളിൽ ഒരു വിജയം മാത്രമാണ് ഹാർദിക് പാണ്ഡ്യയുടെ സംഘത്തിന് നേടാൻ സാധിച്ചത്. അതേസമയം കളിച്ച 3 മത്സരങ്ങളിൽ ഒന്നിൽ മാത്രമാണ് RCB പരാജയപ്പെട്ടിട്ടുള്ളത്. പുതിയ ക്യാപ്റ്റൻ യുവതാരം രജത് പടിത്താറിന് കീഴിൽ മാരക ഫോമിൽ തന്നെയാണ് RCB ഈ ഒരു സീസണിൽ ഇതുവരെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഒരുപോലെ മികച്ച കരുത്തുള്ള ടീം തന്നെയാണ് RCB. മുംബൈയിലേക്ക് വരുവാണെങ്കിൽ ബാറ്റിങ്ങിൽ വൻ താരങ്ങളെല്ലാം ഫോം ഔട്ടിൽ തുടരുന്നത് മുംബൈ ഇന്ത്യൻസിന് പോരായ്മ തന്നെയാണ്. ഓപ്പണിങ്ങിൽ ഇതുവരെയും രോഹിത് ശർമ്മയും റയാൻ റിക്കൾട്ടനും ചേർന്ന ഒരു സഖ്യം ഒരു ഡെഡ്ലി കോംബോയായി മാറിയിട്ടില്ല. സൂര്യകുമാർ യാദവും വളരെ മികച്ച ഇന്നിങ്സുകൾ കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ പോലും മധ്യനിരയിൽ അത്ര മികച്ച അല്ലെങ്കിൽ മിഡിൽ ഓർഡറിൽ അത്ര മികച്ച പ്രകടനം മറ്റു ബാറ്റർമാർക്ക് പുറത്തെടുക്കാൻ സാധിക്കുന്നില്ല എന്നത് മുംബൈയുടെ ബാറ്റിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട വീക്ക്നെസ് തന്നെയാണ്. ബോളിങ്ങിലേക്ക് വരുവാണെങ്കിൽ RCB എന്നിടാൻ ഇറങ്ങുമ്പോൾ മുംബൈ ഇന്ത്യൻസിന് ഒരു ഡബിൾ ബൂസ്റ്റർ എന്ന വണ്ണം അവരുടെ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറ തിരികെ ടീമിലേക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു ബുംറ മുംബൈ ക്യാമ്പിൽ ജോയിൻ ചെയ്തത്. അതോടൊപ്പം തന്നെ മഹേല ജയവർദ്ധന മുംബൈയുടെ കോച്ച് കഴിഞ്ഞ ദിവസം ഒരു ട്വീറ്റ് പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു. നെറ്റ്സിൽ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ബുംറ പന്തെറിയുന്നതെങ്കിലും എന്നും അതിനാൽ തന്നെ RCBക്കെതിരായിട്ടുള്ള മത്സരത്തിൽ ഹോം മത്സരത്തിൽ ജസ്പ്രീത് ബുംറയെ കളിപ്പിക്കാനാകുമെന്നുമായിരുന്നു മുംബൈ പരിശീലകനായിട്ടുള്ള മഹേല ജയവർദ്ധന പങ്കുവെച്ച ആ ഒരു ട്വീറ്റ്. സോ അതിനാൽ തന്നെ നമുക്ക് RCB നേടാൻ ഇറങ്ങുമ്പോൾ മുംബൈയുടെ സ്കോഡിൽ ജസ്പ്രീത് ബുംറയെ കാണാൻ സാധിച്ചേക്കും. അങ്ങനെയാണെങ്കിൽ മുംബൈയുടെ ബോളിങ്ങിൽ ഒന്നുകൂടി കരുത്തേകും ബുംറയുടെ തിരിച്ചുവരവ്. RCB സംബന്ധിച്ച് കഴിഞ്ഞ മത്സരത്തിൽ വിരാട് കോഹ്ലിക്ക് ചെറിയൊരു പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അത്ര സീരിയസ് ഇല്ല. അതിനാൽ തന്നെ കോഹ്ലി ഇന്നത്തെ മത്സരത്തിൽ RCBക്ക് വേണ്ടി കളിക്കും. സോ നേരത്തെ പറഞ്ഞ വാങ്കടയിലാണ് മത്സരം നടക്കാൻ പോകുന്നത്. നിലവിൽ പോയിന്റ് ടേബിളിൽ 3-ാം സ്ഥാനത്താണ് RCB, 8-ാം സ്ഥാനത്താണ് മുംബൈ ഇന്ത്യൻസ്. സോ സീസണിൽ പ്ലേ ഓഫ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ലക്ഷ്യം വെച്ചിറങ്ങുന്ന മുംബൈയെ സംബന്ധിച്ച് വിജയം അനിവാര്യം തന്നെയാണ്. സ്വന്തം കാണികൾക്ക് മുൻപിൽ RCB തകർത്ത് വിട്ടുകൊണ്ട് വീണ്ടും ആ ഒരു വിജയ വഴിയിലേക്ക് തിരിച്ചെത്താൻ മുംബൈക്ക് സാധിക്കട്ടെ. സോ ഇരു ടീമുകളുടെയും സാധ്യത 11 പരിശോധിക്കാം. മുംബൈയിലേക്ക് വരുവാണെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ രോഹിത് ശർമ്മ കളിച്ചിട്ടില്ലായിരുന്നു. സോ ഹിറ്റ്മാൻ തിരികെ ടീമിലേക്ക് മടങ്ങിയെത്തും. രോഹിത് ശർമ്മയും പതിവുപോലെ റയാൻ റിക്കൾട്ടനുമായിരിക്കും ഇന്നിങ്സ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. 3-ാം നമ്പറിൽ അങ്ങനെയാണെങ്കിൽ വിൽ ജാക്സ് എത്തും. 4-ാമനായി സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, ഹാർദിക് പാണ്ഡ്യ. 7-ാം നമ്പറിൽ കഴിഞ്ഞ മത്സരത്തിലും 3-ാമനായി ബാറ്റ് ചെയ്യാനെത്തി വളരെ മികച്ച പ്രകടനം പുറത്തെടുത്ത യുവതാരം നമൻ ധർ എത്തും. മിച്ചൽ സാനർ, ദിപക് ചഹർ, ട്രാൻപോൾ സഖ്യത്തിനൊപ്പം ജസ്പ്രീത് ബുംറയും ആ ഒരു ബോളിങ്ങിന് കരുത്തേകാൻ എത്തും. അങ്ങനെയാണെങ്കിൽ ഇമ്പാക്ട് പ്ലെയറായിട്ട് മലയാളി താരം വിഘ്നേഷ് പുത്തൂറിനെ നമുക്ക് മുംബൈ നിരയിൽ കാണാൻ സാധിക്കും. RCBയുടെ പ്രോബബിൾ 11ലേക്ക് വരുവാണെങ്കിൽ ഫിൽസൗട്ട്, വിരാട് കോഹ്ലി, ഡെഡ്ലി കോംബോ തന്നെയായിരിക്കും പതിവുപോലെ RCBക്ക് ഇന്നിങ്സ് ഓപ്പൺ ചെയ്യാൻ എത്താൻ പോകുന്നത്. 1 ഡൗണായി ദേവത്തെ പടിക്കൽ എത്തുമ്പോൾ 4-ാം നമ്പറിലായിരിക്കും ക്യാപ്റ്റൻ രജത് പടിത്താർ ബാറ്റിങ്ങിന് എത്താൻ പോകുന്നത്. കഴിഞ്ഞ മത്സരത്തിലെ ഹീറോ ലിയാം ലിവിങ്സ്റ്റൺ 5-ാമതും ജിതേഷ് ശർമ്മ 6-ാമനുമായിരിക്കും ബാറ്റിങ്ങിനെത്താൻ പോകുന്നത്. കൃണാൽ പാണ്ഡ്യ, ടിം ഡേവിഡ്, ഭുവനേശ്വർ കുമാർ, ജോഷ് ഹേസൽവുഡ്, യശ് ദയാൽ, അതോടൊപ്പം തന്നെ ഇമ്പാക്ട് പ്ലെയറായിട്ട് രാസിക് സലാം അല്ലെങ്കിൽ സുയാഷ് ശർമ്മ എന്നിവരിൽ ഒരാളും ഇമ്പാക്ട് സബ്ബായിട്ട് RCBക്ക് വേണ്ടി കളിക്കളത്തിലേക്ക് എത്തിക്കാം. സോ ഇതായിരിക്കും ഇരു ടീമുകളുടെയും സാധ്യത 11. വിജയം അനിവാര്യമായ ടീം തന്നെയാണ് ഈ മുംബൈ ഇന്ത്യൻസ്. നമുക്കറിയാം ആദ്യ 4 മത്സരങ്ങൾ പിന്നിടുമ്പോൾ 2 പോയിന്റ് മാത്രമാണ് ഇതുവരെ ദൈവത്തിന് പോരാളികൾക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളൂ. സോ വാങ്കടയിൽ തീപാറും പോരാട്ടം തന്നെ പ്രതീക്ഷിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.